ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് യോഗ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് വന്നിരിക്കുന്നത്, ഞാൻ ഓൺലൈനായിട്ട് യോഗ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ എന്താണ് പറയാൻ വന്നിരിക്കുന്നത്. എന്താണ് യോഗയെക്കുറിച്ചായിരിക്കും, അതിനൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് വന്നിരിക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ നിർബന്ധമായിട്ടും യോഗ ചെയ്തിരിക്കണം. 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ നിർബന്ധമായിട്ടും യോഗ ചെയ്തിരിക്കണം. എന്താണ് കാരണം? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഓരോ ദിവസം ഓരോരോ സംശയങ്ങൾക്കുള്ള ആൻസറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ ഉറപ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? യോഗ ചെയ്തിരിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? ഓക്കെ, 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ മസിൽസൊക്കെ വീക്കായി വരുവാണ്, അല്ലേ? മസിൽ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു വരും. മസിൽ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു വരുന്നതനുസരിച്ച് അവർക്ക് എന്ത് തുടങ്ങും? ഹെൽത്ത് ഇഷ്യൂസൊക്കെ തുടങ്ങും. അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ തടയുന്ന ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നടുവേദന, മുട്ടുവേദന, കാലിൻ്റെ ഉപ്പുറ്റി വേദന, അതുപോലെ എപ്പോഴും ടെൻഷൻ, ഉറക്കമില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് ഈ ഒരു പ്രായം കഴിയുമ്പോൾ ഓരോ ആൾക്കാരായിട്ട് ചെറിയ രീതിയിൽ വന്ന് തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ച് എന്ത് ചെയ്യുക? അവർക്കിപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം, ഒരു വ്യായാമം നമ്മൾ സ്വീകരിക്കണം. അപ്പം വ്യായാമം സ്വീകരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എന്താണ്? യോഗയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കാരണം എന്താണ്, അല്ലേ? ജിമ്മിൽ പോയാൽ പോരെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ സൂംബ ഡാൻസ് ഇതൊക്കെ ചെയ്താൽ പോരെ? യോഗ ചെയ്യണമെന്ന് തന്നെ എന്തുകൊണ്ടാണ് പറയുന്നത്? ഓക്കെ, അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, നമ്മൾ 40 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഓഫീസിലെ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണെന്ന് വയ്ക്കുക. നമ്മൾ വേറെ എക്സസൈസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മസിൽസൊക്കെ വീക്കാണ്. നമുക്ക് പെട്ടെന്ന് എന്താണ് ജിമ്മിലോട്ട് പെട്ടെന്ന് പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജിമ്മിൽ പോയി പെട്ടെന്ന് എന്താണ്, മലയാളികളെ സംബന്ധിച്ച് അറിയാമല്ലോ, തൊട്ടടുത്തിരിക്കുന്ന ആൾ നന്നായിട്ട് വെയിറ്റൊക്കെ എടുക്കുന്ന കാണുമ്പോൾ നമുക്കും എന്ത് ചെയ്യും, ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടായി വരും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഡിസ്ക് കംപ്ലൈൻറ്റും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞ് അതുപോലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് യൂട്രസ് പുറത്തേക്ക് വരുന്നൊരു പ്രശ്നം. ഒരുപാട് ആൾക്കാരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുവാണ് യൂട്രസ്. ഒരുപാട് സ്ത്രീകൾ പുറത്ത് പറയാൻ മടിച്ച് രഹസ്യമായിട്ട് വയ്ക്കുന്ന കാര്യമാണ്. അവസാനം യൂട്രസ് മൊത്തത്തിൽ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് എന്ത് ചെയ്യും? ആ ഒരു കാര്യം എത്തിക്കും, ഇല്ലേ? അപ്പോൾ ആദ്യമൊന്നും ആരും പറയില്ല, എല്ലാവർക്കും നാണക്കേടാണ്, മടിയായതുകൊണ്ട് പുറത്ത് പറയില്ല. പക്ഷേ നമ്മൾ യോഗ ചെയ്യുന്നവരെ സംബന്ധിച്ച് നമുക്ക് യൂട്രസ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്, നമ്മുടെ യൂട്രസ് പുറത്തേക്ക് വരുന്നത് തടയാനായിട്ട് പറ്റും. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് തിരിച്ച് കയറി ഉറയ്ക്കും. അതിനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ യോഗയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്താണ്, സ്ത്രീകളെ സംബന്ധിച്ച് യൂട്രസ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമുക്ക് ഈ യോഗയിലൂടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജിമ്മ് കൊള്ളത്തില്ല, ജിമ്മിനെ കുറ്റം പറയുവാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നോർമലി ഒരു വ്യക്തി നമ്മളിപ്പോൾ ചെറുപ്പകാലം മുതലേ നമ്മൾ 10-20 വയസ്സ് അല്ലെങ്കിൽ 25-30 വയസ്സൊക്കെ മുതലേ നമ്മൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള നല്ലൊരു ബോഡിയാണ് നമ്മുടെ എന്ന് വയ്ക്കുക. ഓക്കെ, അങ്ങനെയുള്ളൊരു വ്യക്തി 40 വയസ്സായാലും 50 വയസ്സായാലും 80 വയസ്സായാലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോയിലൊക്കെ. നല്ല പ്രായമുള്ളവരൊക്കെ നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ പെട്ടെന്ന് അവർക്ക് തോന്നുവാണ് ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു വർക്കൗട്ട് ഉറപ്പായിട്ട് ചെയ്യണം എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ പെട്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു തീരുമാനം എടുക്കുകയാണ്. ആ ഒരു തീരുമാനത്തിൽ ഓടി പെട്ടെന്ന് ജിമ്മിലൊക്കെ പോയി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാം? യോഗ ചെയ്യാം. മെൻ്റലി റിലാക്സേഷൻ കിട്ടുന്നതിനും ഫിസിക്കലി നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ എന്താണ് നമുക്ക് തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു പരിധിവരെ യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ജിമ്മിനെ കുറ്റം പറയുവാണ്, സൂംബയെ കുറ്റം പറയുവാണ്. അങ്ങനെയല്ല. ഒരു എക്സസൈസും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഓടിപ്പോയി എന്ത് ചെയ്യരുത്? ജിമ്മിലോ വേറെ സൂംബയിലൊക്കെ ഓടിപ്പോവരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ സ്ത്രീകളെ അറിയാമല്ലോ, എല്ലാവർക്കും മടിയാണ്, ഒരുപാട് ഹാർഡ് വർക്കൊന്നും ചെയ്യാൻ താല്പര്യപ്പെടില്ല, അല്ലേ? ഒരുപാട് വേർത്ത് തളർന്ന് ക്ഷീണിച്ച് അങ്ങനത്തെ ഒരു എക്സസൈസ് ഏകദേശം സ്ത്രീകളും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ 1.5 വർഷം കൊണ്ട് യോഗ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ യോഗ ക്ലാസ്സിലോട്ട് വരുന്നത് അവർ യോഗ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത്? ജിമ്മിൽ പോയി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് വേർക്കും. സൂംബ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ തന്നെ നന്നായിട്ട് എക്സസൈസ് ഡാൻസൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ചെയ്യാൻ വയ്യ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 40 വയസ്സൊക്കെ കഴിയുന്നവർക്ക് മടിയാണ്.
ഒന്ന് നന്നായിട്ട് വിയർക്കാനും ഓക്കെ. അപ്പോൾ അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അവർ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് യോഗയാണ്. യോഗ നമുക്ക് ഒരിടത്ത് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം, നിന്നുകൊണ്ട് ചെയ്യാം, കിടന്നുകൊണ്ട് റിലാക്സ് ചെയ്ത് പ്രാണായാമയൊക്കെ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫേസ് യോഗയൊക്കെ ചെയ്യുവാണെങ്കിൽ ഫേസിൽ നല്ല ഗ്ലോ ഒക്കെ കിട്ടാനും ഫേസിലെ ചുളിവുകളൊക്കെ മാറാനൊക്കെ എന്ത് ചെയ്യും, സഹായിക്കും. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് എന്താണ് ഈ യോഗയിലൂടെ തന്നെ എന്ത് ചെയ്യാം, ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങളുടെ ആരോഗ്യം നോക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്നൊരു ഓർമ്മ വരുവാണ്, നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഓക്കെ, യോഗയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ലത്. ഓക്കെ. അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിലും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്. നമ്മൾ യോഗ ചെയ്യുന്നവരെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക, അങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നത്. എന്തിനാണ് ഈ ശ്വാസം എടുക്കുന്നത്? ശ്വാസം എടുക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് ഓക്സിജൻ നിറയും. നമ്മുടെ ബോഡിയിൽ നമ്മൾ എത്രത്തോളം ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കുന്നോ അത്രത്തോളം നമുക്ക് എന്ത് കിട്ടും, നന്നായിട്ട് ഓക്സിജൻ ഉള്ളിലോട്ട് കിട്ടും. നന്നായിട്ട് ഓക്സിജൻ ഉള്ളിലോട്ട് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, വാഷ് ഔട്ടായിട്ട് പുറത്തു പോകും. കാർബൺ ഡൈ ഓക്സൈഡ് നെഗറ്റീവ് എല്ലാം പുറത്തേക്ക് പോയി ഈ ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ നിറയുന്നതനുസരിച്ച് നമ്മുടെ തല മുതൽ പാദം വരെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിട്ടൊക്കെ ബ്ലഡ് ഓടാതെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നന്നായിട്ട് ഓക്സിജൻ നിറയുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, നമ്മളറിയാതെ നമ്മളിലുള്ള എനർജി ഉണ്ടായി വരും. ഇത്രയും ദിവസം വരെ മടിയാണ്, ഒരിടത്ത് കിടക്കണം, ഇരിക്കണം, വീട്ടിൽ ജോലി ചെയ്തിട്ട് വന്ന് ടയേർഡായി ഒന്ന് കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി, വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ള ആ ഒരു ശീലം നമ്മൾ ശീലം എന്ന് പറയുന്നത് നമ്മൾ മടി പിടിക്കുന്ന ആ ഒരു ശീലം നമുക്ക് വയ്യാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ ഒന്നും തോന്നുന്നില്ല, ഒരു ഉന്മേഷക്കുറവൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഓരോ ദിവസവും തള്ളി നീക്കുന്ന വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മെൻ്റലി ഫിസിക്കലി നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നതിന് നല്ല എനർജി കിട്ടും, ഒരു സൂപ്പർമാൻ പവർ കിട്ടും. നമ്മൾ ഓരോ ദിവസം ഓടിച്ചാടി നടന്ന് ജോലി ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ചാടി കയറി പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് സമാധാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ളൊരു കോൺഫിഡൻസ് നമ്മളിലുണ്ടായി വരും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് യോഗയിലൂടെ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലത് യോഗയായിരിക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഒരു യോഗ ട്രെയിനർ ആയതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ യോഗയെക്കുറിച്ച് പൊക്കി പറയുന്നത്, അങ്ങനെയല്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, യൂട്യൂബിലൊക്കെ വലിയ ഡോക്ടേഴ്സൊക്കെ യോഗയെക്കുറിച്ച് പറയുന്ന ഗുണങ്ങളൊക്കെ എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുമ്പോൾ മലയാളത്തിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ റീൽസൊക്കെ കണ്ട് സമയം കളയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പം നോർമലി ഒരു ട്രെയിനർ പറയുന്നതിനെക്കാട്ടിലും വലിയ ഡോക്ടേഴ്സൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വിശ്വാസം ഉണ്ടാവും. അവർ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക, യോഗ ചെയ്യണം. അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നമുക്കുണ്ടായി വരും. ആ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ അല്ലെങ്കിൽ മനസ്സിന് ഇത്രയും റിലാക്സേഷനൊക്കെ കിട്ടാൻ യോഗയ്ക്ക് ഇത്രയും ഗുണങ്ങളുണ്ടോ എന്നെന്ത് നമുക്ക് തന്നെ തോന്നും. നമുക്കിന്നെ സ്വന്തമായിട്ട് തോന്നിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ തന്നെ എന്ത് ചെയ്യും, യോഗ ചെയ്യണമെന്നുള്ളൊരു താല്പര്യം നമ്മളിൽ ഉണ്ടായി വരും. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാം, മാക്സിമം യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 40 വയസ്സ് കഴിഞ്ഞവരല്ല, ചെറിയ കുട്ടികൾ വരെയുള്ള തുടങ്ങി എല്ലാവർക്കും യോഗ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും യോഗ ചെയ്യാം. അതെന്ത് ചെയ്യാം, നിങ്ങളെല്ലാവരും യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. യോഗ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ ഒരു 6 മാസം യോഗ ട്രൈ ചെയ്ത് നോക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ മെൻ്റലി ഫിസിക്കലി ഭയങ്കര ഒരു ചേഞ്ച് നിങ്ങളിൽ ഉണ്ടായി വരും. അത് കാണുമ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഞെട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, യോഗ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഒരു 6 മാസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധമായിട്ട് യോഗ ചെയ്യണം. ജീവിതശൈലി രോഗങ്ങൾ വണ്ടി വിളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളൊരു പ്രായം വരെയൊക്കെ നമ്മൾ അടിപൊളിയായിട്ടൊക്കെ പോകും, പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ ഇന്നത്തെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. നല്ല ബ്രീത്ത് കിട്ടുന്നില്ല, ശുദ്ധമായിട്ടുള്ളൊരു ശ്വാസം കിട്ടുന്നില്ല, നല്ല വിഷം അടങ്ങിയ ആഹാരങ്ങളാണ് കിട്ടുന്നത്, അറിയാമല്ലോ. പല രീതിയിലുള്ള കെമിക്കലായിട്ടുള്ളത് ആഹാരങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കതെല്ലാം കഴിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കെന്താണ്, എന്തെങ്കിലും ഒരു ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഒരു വ്യായാമം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് യോഗയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാൻ നാളത്തെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കരുത്, ഇന്ന് തന്നെ ചെയ്യുക. ഇന്ന് തൊട്ട് തന്നെ എന്ത് ചെയ്യുക, യോഗ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, ബൈ.